ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്ര ആഴത്തിലാണ് നിങ്ങളോട് ആ വ്യക്തിക്കുള്ള ഒരു സ്നേഹം, ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്താണ്, ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് എത്ര ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് അവർക്കുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. വ്യക്തിക്ക് എത്ര ആഴത്തിൽ ഉള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത്. വ്യക്തിക്ക് എത്ര ആഴത്തിൽ ഉള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്ര ആഴത്തിൽ ഉള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്ര ആഴത്തിലുള്ള ഒരു സ്നേഹമാണ്, എത്ര ഇൻറ്റൻസിറ്റി ഉള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത് എന്നാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്ര ആഴത്തിൽ ഉള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്ര ആഴത്തിൽ ഉള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത്. എത്ര ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് അവർക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ആഴത്തിലുള്ള ഒരു സ്നേഹമാണ് നിങ്ങളോട് അവർക്ക് ഉള്ളത്, ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ ഒത്തിരി തടസ്സങ്ങളുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് രണ്ട് വ്യക്തികൾ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കുറേ റിലേഷൻഷിപ്പിൽ നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട്. മെയിനായിട്ട് രണ്ട് വ്യക്തികളെ തടസ്സമായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്കിടയിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് വരാനായിട്ടുള്ള കാരണങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. മെയിനായിട്ട് ഡിസ്റ്റൻസ് ആണ് ഒരു തടസ്സം കൂടുതൽ പേർക്കും. ഒത്തിരി പേർക്ക് ഇവിടെ ഒരു എനർജി കിട്ടുന്ന പല പല ആളുകളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും പല രീതിയിലായിട്ട് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ആ ഒരു കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തിക്ക് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനായിട്ട് പറ്റില്ല. കാരണം സെയിം ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതായിട്ട് നമുക്ക് കാണുന്നത്. നിങ്ങൾക്കൊരിക്കലും അവരെ മറക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാർഡുകളും വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡായി പോകില്ല എന്ന ഒരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് എൻഡായി പോകും എന്ന ഒരു മനോഭാവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ കാർഡുകളെല്ലാം ഇപ്പോൾ നമ്മളോട് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും എൻഡായി പോകില്ല എന്നൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങളിപ്പോൾ അറിയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്ര തന്നെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ മെറാക്കിൾസ്, നമുക്കിവിടെ മജീഷ്യൻ കാർഡ് തന്നെ ആദ്യം കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ മെറാക്കിൾസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു അമിതമായിട്ടുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ്, നിങ്ങൾക്കിവിടെ വളരെ നെഗറ്റീവ് തോട്ട്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അമിതമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സാണ് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു കാലതാമസം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് റീസ്റ്റാർട്ട് അല്ലെങ്കിൽ റീയൂണിയൻ ഉണ്ടാകാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ടാകും. നമുക്ക് കുറേ ആളുകളുടെ എനർജി ആയതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. നിങ്ങൾ ഒട്ടും തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് അഫർമേഷൻസ് പറയാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഓവർ തിങ്കിങ് നമുക്കിവിടെ കാണാം. ഒരുപാട് പേര് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ പരമാവധി ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങൾ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിൽ വന്ന ആ ഒരു റീസൺ, സെപ്പറേഷൻ ആകാനുണ്ടായ ആ ഒരു കാരണമൊക്കെ ഓർത്തെടുത്ത് സങ്കടപ്പെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഈ റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു പുതുജീവൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പുതുജീവൻ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നെഗറ്റീവ് എനർജീസ് എല്ലാം എൻഡാകുന്നു, ഒരു റീബർത്ത് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. റിപ്പീറ്റായിട്ട് നമുക്ക് ഈ ഒരു എനർജി തന്നെയാണ് കിട്ടുന്നത്. ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു പുതുജീവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് റിപ്പീറ്റായിട്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. എല്ലാ കാർഡ്സും തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു. നിങ്ങൾക്കും ആ വ്യക്തിയെ വല്ലാതെ മിസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ നിങ്ങൾക്കും ആ പേഴ്സണും വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുന്നുണ്ടാകും. അവർ നിങ്ങളുടെ അരികിലൊന്ന് വന്നിരുന്നുവെങ്കിൽ എന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സ് മാറി വീണ്ടും ഇതിലേക്ക് തന്നെ പോകുന്നു. തീർച്ചയായിട്ടും ആ ഒരു മൂമെൻറ്റിലും നിങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാനായിട്ട് കഴിയാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരാതായിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാകാം. എങ്കിൽ കൂടിയും നിങ്ങൾക്കിപ്പോഴും ആ ഒരു വ്യക്തിയിൽ സ്നേഹം, പ്രണയം കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസ് നിങ്ങൾക്ക് മറക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ഇപ്പോഴും ആ ഒരു പ്രണയം തീവ്രമായിട്ട് തന്നെ നിങ്ങളോടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ തന്നെ ചിന്തിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണും. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കിവിടെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ കൂടി എടുത്തു നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, എത്രമാത്രം ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിവിടെ എടുത്തു നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നു, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മളിവിടെ എടുത്തു നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ
എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എല്ലാ രീതിയിലും അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരൊരു അവസരത്തിനായിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് ഒരു അവസരത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പലർക്കും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മാനിഫെസ്റ്റ് ആകും എന്നുള്ള ഒരു പോസിറ്റീവ് സൈൻ കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് ഈ പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് വരുന്നു. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര തവണയാണ് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, അതിനേക്കാളൊക്കെ ഒരു തീവ്രമായ രീതിയിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം നൽകുന്നത്, അതായത് ഒരു റീസ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഒരു തടസ്സങ്ങളൊക്കെ മാറ്റി ഒരു അവസരത്തിനായി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ തടസ്സങ്ങളെല്ലാം മാറ്റി മറികടന്ന് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ വ്യക്തി നിങ്ങളിൽ വന്നു ചേരാൻ ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജീസ് എല്ലാം എൻഡ് ആകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു കാര്യത്തിൽ ഈ വ്യക്തി ഈ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വേറെ ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് നമുക്കിവിടെ എനർജീസ് വഴി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന മാസ്റ്റർ കാർഡ് വേണ്ടി നമുക്കൊരു കാർഡ് ഇട്ടിരിക്കുന്നില്ല, അത് കാണാനായിട്ട് പറ്റുന്ന ഓൾവേസ് തിങ്കിങ് അബൌട്ട് യു, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ, നമ്മളിപ്പോൾ ഈ റീഡിങ് നടക്കുന്ന കറണ്ട് സിറ്റുവേഷനിൽ കൂടി നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു കാര്യത്തിനും അവരിപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മാത്രമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളൊരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗോഡ് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരാളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ലോസ് ഫീലിങ്സ് അവർക്കിപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളെ വിട്ടു പോയതിന് ശേഷം പല ലെസൺസ്, പാഠങ്ങൾ പഠിച്ചു. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയായി എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. പിന്നെ നിങ്ങൾ വളരെ നാളുകളായിട്ട് ലോങ് ടൈമായിട്ട് നോ കോണ്ടാക്റ്റിലുള്ളവരായിരിക്കാം. പക്ഷേ എങ്കിലും ഇപ്പോഴും അവർക്ക് ഭയങ്കര വിശ്വാസമാണ്, നിങ്ങളെ അവർക്ക് ലഭിക്കും എന്ന ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസമുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓർമ്മകൾ ഒക്കെ അവരിപ്പോൾ ആ ഒരു ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ അവരുടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വല്ലാതൊരു സ്മൈൽ അവരുടെ മുഖത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങളോടൊപ്പം വന്ന് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വരെ അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു, ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നമുക്കിവിടെ നോക്കാം. What are the soul messages of your person? Soul messages of your person, okay? Soul messages of your person. 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 സോൾ മെസ്സേജസ്, എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ആ ഒരു സോൾ മെസ്സേജസ് എന്താണെന്നാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ മെസ്സേജാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് പറയുന്ന മെസ്സേജ്, Right now I am realizing that I was selfish and immature. Please forgive me. I am sorry. Yes. ഇപ്പോൾ അവർ ലെസൺസ് ഒക്കെ പഠിച്ചു എന്ന് നമുക്ക് ഈ റീഡിങ്ങിൽ കിട്ടിയതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു, ഞാൻ വളരെ സെൽഫിഷും മച്വർ അല്ലാത്ത ആളുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിച്ചാലും. ഐ ആം സോറി. നിങ്ങളോട് അവർ സോറി ചോദിക്കുകയാണ്.
അതുപോലെ തന്നെ ഐ നെവർ ലവ്ഡ് എനി വൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, നിന്നെ സ്നേഹിച്ചതുപോലെ, നിന്നെ ഇഷ്ടപ്പെട്ടതുപോലെ ഞാൻ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഐ വിൽ കോൾ യു സൂൺ. യെസ്, നിങ്ങൾ എന്തായാലും അവർ ഉറപ്പായിട്ടും വിളിക്കും. ഐ വിൽ കോൾ യു. നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ്, ഐ ഫീൽ എംറ്റി വിത്തൗട്ട് യു. യെസ്, നിങ്ങളില്ലാതെ അവർ വളരെ എംറ്റിയാണ്, ശൂന്യമാണ് എന്നാണ് പറയുന്നത്. നിങ്ങളില്ലാതെ അവർ ശൂന്യമാണ് എന്നവർ പറയുകയാണ്. ഐ ഹോപ്പ് യു വിൽ ഫോർഗിവ് മീ സൂൺ. യെസ്, ഞാൻ വിചാരിക്കുന്നു നീ എന്നോട് പെട്ടെന്ന് തന്നെ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് വ്യക്തി പറയുകയാണ്. അതുപോലെ തന്നെ ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നിനക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗിവ് മീ സം ലവ്, ഐ ആം സോറി. യെസ്, കുറച്ച് സ്നേഹം എനിക്ക് തന്നാലും എന്നോട് ക്ഷമിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. യെസ്, ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നു നമ്മൾ ഫസ്റ്റ് കണ്ടുമുട്ടിയ ആ ദിവസം, ഫസ്റ്റ് കണ്ടുമുട്ടിയ ആ ഒരു ദിവസം, ഫസ്റ്റ് ഡേ, ആ ദിവസം ഞാൻ ഓർത്തിരിക്കുന്നു ഇപ്പോഴും എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് നമുക്ക് കുറച്ചെടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. എന്തെല്ലാം ക്ലൂസാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്നതെന്ന് നോക്കാം. കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലൂസാണ്. ഗോൾഡൻ കളറ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗോൾഡൻ കളറ് ഇഷ്ടമായിരിക്കാം. ജാനുവരി മന്താണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു പോസിബിലിറ്റിയാണ് ജാനുവരി മന്ത്. ഫുട്ബോൾ കളിക്കാനോ ഫുട്ബോൾ കളി കാണാനോ ഫുട്ബോൾ കളിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 1991 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നവരോ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹമുള്ളവരോ ഒക്കെ ആയിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ. കളി കാണാൻ ഇഷ്ടമുള്ളവരോ ഒക്കെ ആയിരിക്കാം. 13 എന്ന് പറയുന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1 മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 56 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 25 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1993 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതായത് ഫൈനാൻഷ്യൽ പരമായ എന്ത് ഡീലിങ്സ് ചെയ്യുന്നവരാണേലും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടോക്കറ്റീവ്, വളരെ സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു തൊട്ടിരാന്ന് സംസാരിക്കുന്ന വ്യക്തികളുമായിരിക്കാം. റെഡ് കളർ എന്ന് കിട്ടിയിട്ടുണ്ട്. റെഡ് കളർ ഇഷ്ടമുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 1976 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 22 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ലെറ്റർ എസ്. ടുമോറോ. യെസ്, ഒരു പോസിബിലിറ്റിയാണ്. ടുമോറോ നിങ്ങളുടെ പേഴ്സൺ ഐ വിൽ കോൾ യു സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നിങ്ങളെ വിളിക്കാനുള്ള ചാൻസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2003 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1978 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 5 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഈ റീഡിങ് ആർക്കെങ്കിലും റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അത് ക്ലൂസും ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.